മലയാള സിനിമയിലെ പ്രമുഖരുടെ മുഖം മൂടികൾ അഴിഞ്ഞു വീഴുന്നു. അമ്മ എന്ന സംഘടനയുടെ തണലിൽ എന്തും ചെയ്യാമെന്ന് കരുതിയ മുകേഷ്, ബാബുരാജ്, ഇടവേള ബാബു, ജയസൂര്യ, മണിയൻ പിള്ള രാജു എന്നിവർക്കെതിരെയും ഇവർ കാരണം സിനിമ നിർത്തിപ്പോകേണ്ടി വന്ന നടിമാരുടെ തുറന്നുപറച്ചിൽ. മുകേഷിനെതിരെ ഒന്നിലേറെ പേരാണ് ആരോപണം ഉന്നയിക്കുന്നത്. അത് നിസ്സാരമായി കാണാൻ സർക്കാരിനും CPM-നും കഴിയുന്നതെങ്ങനെ? പരാതി നൽകിയാൽ മാത്രം അന്വേഷണം എന്നതിൽ നിന്ന് മൊഴികൾ പരിശോധിക്കാൻ പോലീസ് സംഘത്തെ വെച്ചെങ്കിലും അതിന് പിന്നിലും കള്ളക്കളിയോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്തുള്ള കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ സത്യം പുറത്തു വരുന്നത് എങ്ങനെ? മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന പവർ ഗ്രൂപ്പിനെതിരെ നടിമാരുടെ തുറന്നു പറച്ചിലിൽ ആടിയുലയുന്ന അമ്മ സംഘടനാ യോഗം പോലും കൂടാനാകാതെ പകച്ചു നിൽക്കുന്നു. അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന് പൃഥ്വിരാജ് തുറന്നു പറയുമ്പോൾ ആരോപണ വിധേയരെല്ലാം മാറി നിന്ന് അന്വേഷണം നേരിടേണ്ടതല്ലേ? ഒരു സമയത്ത് വിലക്കിനും ഒറ്റപ്പെടുത്തലിനും സമ്മതം മൂളിയ താരരാജാക്കന്മാർ മാളത്തിൽ ഒളിച്ചോ? പരാതി എവിടെയെന്ന് വെല്ലുവിളിച്ച സർക്കാരിനും പ്രമുഖർക്കും തിരിച്ചടി നൽകി ബംഗാളി നടി ശ്രീലേഖ മിത്ര പോലീസിൽ പരാതി നൽകിയതോടെ സിനിമയിലെ വെളിപ്പെടുത്തൽ പുതിയൊരു തലത്തിലേക്ക് നീളുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മലയാള സിനിമയിലെ വേട്ടക്കാർ അകത്താകുമോ?